എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും മറിയംസ് ഇൻസൈറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു തോട്ടുമായിട്ടാണ്. വിശ്വസ്തത. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ നിങ്ങളെ സ്വന്തം ജിജി. അപ്പം നമ്മുടെ ചിന്തയിലേക്ക് പോകാം. വിശ്വസ്തത. നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് വിശ്വസ്തത. വിശ്വസ്തരായിരിക്കണം എന്നൊക്കെ അല്ലേ? എന്നാൽ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കുന്നുണ്ട് ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിയാലോ. എന്താണ് വിശ്വസ്തത? ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത എന്ന് പറയുമ്പോൾ ഒറ്റ വാക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. വിശ്വസ്തത എന്ന് പറയുമ്പോൾ അതിനകത്ത് ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ഒരു പോയിന്റ് റെസ്പോൺസിബിലിറ്റി. നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കുക. നമ്മളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ വിശ്വസ്തരാണ്. രണ്ടാമതായിട്ട് ഹോണസ്റ്റ്. നമ്മൾ സത്യസന്ധതയുള്ളവരായിരിക്കുക. നമ്മൾ എന്ത് നമ്മളോട് പറഞ്ഞാലും എന്ത് നമ്മളെ ഏൽപ്പിച്ചാലും അതിലൊക്കെയും നമ്മൾ സത്യസന്ധത പുലർത്തിയിരിക്കണം. മൂന്നാമതായിട്ട് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മൾ പറയുന്ന കാര്യത്തിൽ, നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. നമ്മളൊരു ചൊല്ല് കേട്ടിട്ടില്ലേ, പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന്. അങ്ങനെ ഒരിക്കലും ആകരുത്. നാലാമതായിട്ട് കോൺഫിഡൻഷ്യാലിറ്റി. നമ്മൾ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ, അല്ലെ നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് കോൺഫിഡൻഷ്യലായിട്ട് വെക്കുവാൻ ഉള്ള ഒരു എബിലിറ്റി. പൊതുവെ നമ്മളൊക്കെ ഹ്യൂമൻസ്, നമ്മുടെ നേച്ചറാണ്. ഒരു കാര്യം നമ്മളോട് പറഞ്ഞാൽ അടുത്തൊരാളോട് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് സമാധാനമില്ല. അതൊരാളോട് പറഞ്ഞു, അടുത്ത സെക്കൻഡിൽ അത് പലരിലേക്ക് എത്തി. ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട ആ വിഷയം മറ്റുള്ളവരിലേക്ക് എത്തപ്പെടും. അപ്പോൾ നമ്മുടെ വിശ്വസ്തത അത് ചോദ്യം ചെയ്യപ്പെടും. അടുത്തതായിട്ട് നമ്മുടെ ട്രാൻസ്പാരൻസി. നമ്മൾ ക്ലിയർ ആയിരിക്കണം. നമ്മളെ ഒരാൾ നോക്കുമ്പോൾ യെസ്, ഇവനെ വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ് എന്നുള്ള ബോധ്യം വേണം. അടുത്തത് നമ്മൾ റിലയബിൾ ആയിരിക്കണം. മറ്റൊരാൾക്ക് നമ്മളെ പറ്റിയുള്ള വിശ്വാസം, നമ്മളെ ഒരു ഉത്തരവാദിത്തത്തോടെ ഒരു കാര്യം ഏൽപ്പിക്കുവാൻ കഴിയും എന്ന ബോധ്യം അവർക്കുണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ റിലയബിൾ ആകുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മക്കളുടെ ഇപ്പോഴത്തെ റെസ്പോൺസിബിലിറ്റി പഠിക്കുക എന്നുള്ളതാണ്. അവർ നന്നായിട്ട് പഠിച്ച് പ്രാർത്ഥിച്ച് അവർ എക്സാം എഴുതിയാൽ അവർക്ക് ഫുൾ A+ ഒക്കെ കിട്ടും. ബട്ട് അവർ പഠിക്കാതെ ഇപ്പോൾ എക്സാം എഴുതി അത് കഴിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ മോന് ഫുൾ A+ കിട്ടണേ എന്നിപ്പോൾ പ്രാർത്ഥിച്ച ഫലമുണ്ടോ? നിങ്ങളതിന് ഉത്തരം ഒന്ന് പറയണേ. അതുപോലെ നമ്മുടെ ജോലി, നമ്മൾ ഏത് സ്ഥാപനത്തിൽ, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ, എവിടെയായിരുന്നാലും നമ്മളെ ഏൽപ്പിച്ച ജോലിയിൽ ദൈവം നമുക്ക് തന്ന ജോലി, ദൈവം നമ്മളെ ചൂസ് ചെയ്ത് അതിൽ നമ്മൾ 100% വിശ്വസ്തത ആചരിക്കുക. നമുക്ക് പെർഫെക്റ്റ് ആകാൻ പറ്റത്തില്ല, കാരണം നമ്മളിൽ മിസ്റ്റേക്സ് വരാം, നമ്മൾ മനുഷ്യരാണ്. എന്നാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളത് കൊടുക്കുവാൻ നമ്മൾ ശ്രമിക്കുക, ഏറ്റവും പ്രൊഡക്റ്റീവായിട്ട്. അപ്പം ദൈവം നമ്മളെ മാനിക്കും, അല്ലേ? ബൈബിളിൽ ഒരു വചനമുണ്ട്, അല്പത്തിന് വിശ്വസ്തനായിരിക്കുക, ഞാൻ നിന്നെ അധികത്തിന് കാര്യവിചാരകനായിരിക്കും. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമുക്കൊക്കെ ഉണ്ട് നമ്മുടെ ലൈഫിൽ, നമ്മുടെ ബിസിനസ്സിൽ നമ്മൾ മെച്ചപ്പെടണം, നമ്മുടെ ജോലിയിൽ നമ്മൾ മെച്ചപ്പെടണം, നമുക്ക് പ്രൊമോഷൻ കിട്ടണം, നമ്മുടെ പോസ്റ്റ് മാറണമൊക്കെ. എന്നാൽ നമ്മളെ ഏൽപ്പിച്ച കാര്യങ്ങളിൽ, നമ്മുടെ ജോലിയിൽ നമ്മൾ വിശ്വസ്തരായിരുന്നിട്ടുണ്ടോ? നമ്മളുടെ ഡ്യൂട്ടി, നമ്മുടെ ജോലി 9 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കറക്റ്റ് 9 മണിക്ക് നമ്മൾ ചെല്ലുവാൻ തയ്യാറാകുക. ടൈം പങ്ക്ച്വാലിറ്റി. കാരണം നമുക്ക് ഒരു പേയ്മെൻറ്റ് തരുന്നത് ആ 9 o'clock സ്റ്റാർട്ട് ചെയ്യാനാണ്. എന്തെങ്കിലും ജെന്യുവൻ റീസൺ ഉണ്ടെങ്കിൽ നമുക്ക് പെർമിഷൻ എടുത്ത് നമുക്ക് സ്വല്പം ലേറ്റ് ആയാൽ കുഴപ്പമില്ല. എന്നാൽ വിത്തൗട്ട് റീസണിൽ ഒരിക്കലും നമ്മുടെ ജോലിയിൽ നമ്മൾ ആബ്സെൻ്റ് ആകരുത്. എനിക്ക് പ്രൈവറ്റ് സെക്ടർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. എന്നാൽ ഗവൺമെൻറ് സെക്ടറിലൊക്കെ നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഒരു ജെന്യുവൻ റീസൺ ഇല്ലാതെ കള്ളം പറഞ്ഞ് വിത്തൗട്ട് റീസണിൽ നമ്മളൊരു ലീവ് എടുക്കുകയോ നമ്മൾ ജോലിക്ക് പോകാതിരിക്കുകയൊക്കെ ചെയ്താൽ നമ്മുടെ ജോലിയോടും നമ്മുടെ എംപ്ലോയറോടും ദൈവത്തോടും നമ്മൾ അവിശ്വസ്തരാണ്. നമ്മളെന്നൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണോ എന്ന് നമ്മളോട് തന്നെ നമ്മൾ ശോധന ചെയ്യുക. നമ്മുടെ ഇൻസൈറ്റ് ആണല്ലോ. നമ്മളിതിലൊക്കെ വിശ്വസ്തത പുലർത്തിയാൽ ദൈവം നമ്മളെ മാനിക്കും. കാരണം ഇതൊക്കെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക ഇതൊന്നും ആരും അറിയുന്നില്ലല്ലോ, എന്നാൽ
എല്ലാം കാണുകയും അറിയുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞങ്ങളൊരു പ്രോഗ്രാമിന് പോയപ്പോഴും ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരാളോട് ഞങ്ങൾ ചോദിച്ചു, ഇന്ന് ഓഫാണോ? അപ്പോൾ ആൾ പറഞ്ഞത്, അല്ല ഞാൻ ഡ്യൂട്ടിയില്ല, ഒരു 3 hours പ്രോഗ്രാമാണ്. അപ്പോൾ ഡ്യൂട്ടിയിൽ പുള്ളി സെയിൽസിലാണ് ആക്ച്വലി. അത് കഴിഞ്ഞ് കാലങ്ങൾ കഴിഞ്ഞു. 1 വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ജോലി നഷ്ടപ്പെട്ടു. തന്നെ ഏൽപ്പിച്ച കർത്തവ്യം, തന്നെ ഏൽപ്പിച്ച ജോലി ഉത്തരവാദിത്വത്തോടെ ചെയ്യാനതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ്. സോ നമ്മുടെ ഒന്നും ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ ഏൽപ്പിച്ച ദൗത്യങ്ങൾ, അത് ചെറുത് വലുത് എന്തുമായിക്കൊള്ളട്ടെ, 100% വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുക. വീണ്ടും കാണുന്നതുവരെയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരാൾക്കൂടെ ചിന്തിക്കാൻ ഒരവസരം കിട്ടട്ടെ. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഞാൻ 100% മാനിക്കുന്നു. എന്നേക്കാൾ അറിവും പരിജ്ഞാനവും ഒക്കെ ഉള്ളവരാണ്. നിങ്ങൾ തരുന്ന ഓരോ നിർദ്ദേശങ്ങളും ഞാൻ പാലിക്കുന്നതായിരിക്കും. ഗോഡ് ബ്ലസ് യു. ടേക്ക് കെയർ. ബൈ.